ഈ പറഞ്ഞ പോലെ ജാതീയത ഭക്ഷണത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. മതം ഭക്ഷണത്തിലുണ്ടല്ലോ. അതായത് തീപ്പെട്ടിയിലൊക്കെ ഓരോ സ്ഥലത്തും തീപ്പെട്ടി, പിന്നെ ചന്ദനത്തിരി, ഇതിലൊക്കെ ഉണ്ട് ഈ സാധനം. സന്തോഷ് ചേച്ചി ഗാനത്തിന്റെ കഥയുടെ ഒരു കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് വിശപ്പ് തന്നെയാണ്. നമുക്ക് വായനക്കാരൻ എന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജോർജ് ഏട്ടൻ ചോദിച്ചതും അതിന് അദ്ദേഹത്തിന്റെ മറുപടിയും വിശപ്പിന്റെ ഒരു സൂക്ഷ്മ രാഷ്ട്രീയം തന്നെയാണ്. പക്ഷെ ആ കഥകള് പൂർണ്ണമാകണമെങ്കിൽ, അതിൻ്റെ ഒരു കഥാചർച്ച പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കഥ എന്ന് പറയുന്നത് പന്തി ഭോജനം കൂടിയാണ്. എനിക്ക് തോന്നുന്നു സന്തോഷ് ചേച്ചിക്കാനും ദളിത് കാഴ്ചപ്പാടോടുകൂടി എഴുതപ്പെട്ട ഒന്നുകൂടിയാണ് ഈ പന്തി ഭോജനം. ശ്രീബാല കെ മേനോൻ പിന്നീട് അതൊരു ഷോർട്ട് ഫിലിമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. സത്യൻ അന്തിക്കാടിന്റെ ഒരു ശിഷ്യ കൂടിയാണ് അവര്, കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ആ കഥയുടെ പൂർണ്ണത ഫിലിമിലൊന്നും വന്നിട്ടുണ്ടാവുന്നു എനിക്ക് തോന്നിയിട്ടില്ല. വ്യക്തിപരമായ അഭിപ്രായമാണ്. പിന്നെ എന്തായിരിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാട്, അതായത് ഒരു ദളിത് ബോധ്യങ്ങൾ എങ്ങനെയാണ് സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ കഥയുടെ പശ്ചാത്തലമായിട്ട് മാറിത്തീരുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത് അദ്ദേഹം എഴുതിയ ഒരു കഥ ദേശീയതയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. കഥകളിൽ അത് വളരെ പ്രകടവുമാണ്. ദേശീയത എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും വളരെ വ്യക്തമായ ഉത്തരം അദ്ദേഹത്തിന്റെ കഥകളിലുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അതോട് കൂട്ടി വായിക്കപ്പെടേണ്ട ഒന്ന് സിംഗപ്പൂർ എന്നുള്ളൊരു കഥയുണ്ട്. ബലിക്കാക്കെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു കഥയാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിലാണത് വന്നിട്ടുണ്ടായിരുന്നത്. 3000 ഉറുപ്പികക്ക് മംഗലാപുരത്ത് താമസിക്കുന്ന ശ്രീനിവാസൻ വരലക്ഷ്മി കൂടിയിട്ട് കഥ അച്ഛന്റെ ചാവടിയന്തരത്തിന് കാക്കയെ കൊണ്ട് കൊത്തിക്കാൻ വേണ്ടി കാക്കയെ വാടകയ്ക്ക് എടുക്കുന്ന ഒരു കഥ കൂടിയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയതയോട് ഇത്രമേൽ വിമർശനാത്മകമായിട്ടൊരു സമീപനം അതിന്റെ ഒരു അന്തർധാരയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ആ എഴുത്തിന്റെ ഒരു സൂക്ഷ്മതയിൽ നമുക്ക് നോക്കിക്കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു വിവരണം കൂടി ഉണ്ട്. ഈ രണ്ട് ചർച്ചകൾ വിശപ്പിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും എനിക്കത് സത്യം പറഞ്ഞാല് ഇങ്ങനെയൊക്കെ അതിന്റെ ഒരു മറ്റൊരു ആംഗിളിൽ ചർച്ച ചെയ്യുമ്പോഴും ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് ഇതുവരെ ബിരിയാണിയുടെ കഥയിൽ നിന്ന് ഞാൻ മോചിതനൊന്നുമല്ല എന്നുള്ള ഒരു കാര്യം. കാരണം വിശപ്പിനെ മലയാളത്തിൽ ഒരുപക്ഷെ കാരൂരിന് ശേഷം ഇത്രയും ആഴത്തില് പറഞ്ഞ ഒരു എഴുത്തുകാരനില്ല. ഇത്ര ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനാണ്. ചെറുപ്പക്കാരൻ എന്നൊക്കെ പറഞ്ഞാല് അല്ലാന്ന് പറഞ്ഞാലും ഭാര്യ എന്റെ ടീച്ചർ കൂടിയായിരുന്നു, ജൽസ ടീച്ചർ. കാലടി സംസ്കൃത സർവകലാശാലയിൽ കുറച്ചു കാലത്തേക്ക് പ്രസാദ് മാഷന്റെ മാഷാണ്. മാഷ് രതീഷ എന്നെ വിളിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിൽ വർത്താനം പറയുമ്പോൾ വിളിക്കുന്ന അതേ പേടിയോടുകൂടിയാണ് ഞാൻ കേട്ടത്. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം കൂടി അതാണ്. തീർച്ചയായിട്ടും ഔസേപ്പുട്ടി മാഷുണ്ട്, മോഹന മാഷുണ്ട്, ചന്ദ്രമതി ചേച്ചി ഞാൻ വിളിക്കുന്ന ചന്ദ്രമതി ടീച്ചറുണ്ട്, എല്ലാ എൻ്റെ അധ്യാപകർ കൂടെയുള്ളവരൊക്കെ. ഒരുപക്ഷെ സഹദേവ മാഷ് പോലും പഠിപ്പിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും വർത്താനത്തിലൊരു മാഷായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് ചർച്ച ചെയ്ത് പൂരിപ്പിച്ചുകൊണ്ട് ഈ സായാഹ്നം വളരെ ഭംഗിയാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചർച്ചയ്ക്ക് വന്നത്. പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി, നമസ്കാരം. ഇപ്പൊ ദളിത് കഥകള് ഇഷ്ടം പോലെ, പിന്നെ അയ്യപ്പൻ്റെയും അതുപോലെ ഒരുപാട് കഥകൾ നമ്മുടെ സാഹിത്യത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഈ ദളിത് സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചത്. അതിലൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറെ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ട് അതിപ്പോൾ ശരിയായി. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഈ ദളിത് സമൂഹത്തിൻ്റെ അകത്ത് ഈ സാമ്പത്തിക സ്വാശ്രയത്വവും അതുപോലെ തന്നെ അധികാരവും, ഇപ്പം നല്ല സാമ്പത്തികമായ ഉന്നതി വരുന്നു, അതുപോലെ തന്നെ നല്ല ലെവലിൽ പഠിച്ച് വലിയ ആൾക്കാരാകുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ആരെ മറക്കുന്നു? സ്വന്തം സമുദായത്തെ മറന്നുകൊണ്ട് അവരിൽ നിന്ന് മാറിപ്പോയിട്ട് സവർണ സമുദായങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും അവരൊരു വരേണ്യവർഗമായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്കിവിടെ അംബേദ്കറിനെ പോലെ ഒരാൾ ഉണ്ടാവുമായിരുന്നില്ല. അംബേദ്കർ ഇത്രയും പരിതോവസ്ഥയിൽ നിന്ന് ജീവിച്ച് തൻ്റെ സമൂഹത്തെ
തൻ്റെ കൂടെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അതാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. ഒരു കോളനിയിൽ നിന്ന്, ഒരു ആദിവാസി കോളനിയിൽ നിന്ന്, ഒരു ദളിത് കോളനിയിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടാകുമ്പോൾ ആ ഡോക്ടർ ആ കോളനി വിട്ടു പോവുകയല്ല വേണ്ടത്, മറിച്ച് അവിടെ തന്നെയുള്ള മറ്റുള്ളവരെയും ഒരു നേഴ്സെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണം. അപ്പം ഇത് ദളിത് സമൂഹത്തിൻ്റെ അകത്തുണ്ടാകുന്ന വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പുതിയ ഒരു രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷമായിട്ട് എനിക്ക് തോന്നുകയും അത് ഉണ്ട്, ആ സാധനങ്ങൾ യാഥാർത്ഥ്യമാണത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ കഥ എഴുതിയത്. പിന്നെ ഈ ഭക്ഷണത്തിൽ പോലും ഇപ്പോൾ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ ജാതീയത ഭക്ഷണത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. മതം ഭക്ഷണത്തിലുണ്ടല്ലോ. അതായത് തീപ്പെട്ടിയിലൊക്കെ ഓരോ സ്ഥലത്തും തീപ്പെട്ടി, പിന്നെ ചന്ദനത്തിരി, ഇതിലൊക്കെ ഉണ്ട് ഈ സാധനം. ഓരോരോ പേര് പോലും അങ്ങനെ, ഞാനത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വിൽക്കുന്നുണ്ട് പല സംഭവം. ഏതൊരു സിനിമയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആട്ടിറച്ചിയുടെ അടുത്ത് ഹിന്ദു പിന്നെ മട്ടൻ, ക്രിസ്ത്യൻ ചിക്കൻ, മറ്റേ ഇതാക്കി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഓരോന്ന് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ അകത്തേക്ക് പോലും ഈ ജാതീയത അതിഭീകരമായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല പന്തിഭോജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പന്തിഭോജനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റീറൈറ്റ് ചെയ്യാണ് ആ സാധനം. ഇന്നത്തെ പന്തിഭോജനം എന്ന് പറയുന്നത് ദളിതുകളെ എന്താക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഥ ഞാൻ പറഞ്ഞല്ലോ, അത് കഥ പറഞ്ഞ കുറേ വിശദീകരിച്ച് പറയുന്നുണ്ട്. നിങ്ങളത് വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, നിങ്ങൾ വായിക്കുക. അപ്പോൾ അതെല്ലാം ചേരുകയാണ്. നമ്പൂതിരിയും നായരും അതുപോലെ തന്നെ ഈഴവയും എല്ലാം കൂടി ചേർന്നിട്ട് ഈ ദളിത് പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് അവളെ അവസാനം ചതിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇത് കൂട്ടായ ആക്രമണമാണ് ഇതിനിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ദളിതുകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ദളിതുകൾ ശക്തരാകുന്നതിന് പകരം ദളിതുകൾ ആരെ കൂടെ ചേർന്ന് നിൽക്കുന്നു, ഒരു വിഭാഗം, എല്ലാവരെയല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ഇവരെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എഴുതിയ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, ആ ജാതീയതയുടെ ആ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ആ കഥയിൽ പരാമർശിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ചില ആൾക്കാർ അത് ദളിത് വിരുദ്ധ കഥ എന്നൊക്കെ പറഞ്ഞു, അതൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. അത് വായിച്ചവന് ബുദ്ധിയും ബോധമുള്ള ആൾക്കാർക്ക് അതെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും, പിന്നെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, അതിൽ പിന്നെ നമ്മൾക്ക് പ്രശ്നമൊന്നുമില്ല, അത് വിമർശിച്ചോട്ടെ. അതെന്താന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. അതിൽ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ കാക്ക ഇല്ലാത്ത സ്ഥലമാണ്. സിംഗപ്പൂർ പറഞ്ഞാൽ കാക്കകളില്ലല്ലോ, അങ്ങനെയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബലി ഇട്ടിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ വിശ്വാസങ്ങൾ വിട്ടിട്ട് കളിയില്ല, മനസ്സിലായി? ഇപ്പോഴുള്ള പുതിയ ഇലക്ഷൻ വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും അത് തന്നെ നടന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എന്ത് കമ്മ്യൂണിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു പുഷ്പാഞ്ജലി കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് നല്ലതാണ്, ഓക്കെ. നമുക്കത് നമ്മുടെ ആ വിശ്വാസങ്ങളല്ല, ആ വിശ്വാസം വിട്ടുകൊണ്ട്, അത് 36 ലക്ഷം ദൈവങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടിക്കാലം മുതലേയുള്ള ശീലമാണ്. നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, പടച്ചോറ് കഴിക്കുന്നത്, അവിടെ പോയി. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ തലയിൽ തൊട്ട് ഇതാക്കാം, നമുക്ക് അങ്ങനത്തെ ഒരു സാധനം വരും. അതൊന്നും ഒരു തെറ്റല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വിശ്വാസം എന്ന് പറയുന്നത് നല്ല തന്നെയാണ്, അവനവൻ്റെ വിശ്വാസം നല്ലതാണ്. അത് ദേശീയത പോലെ തന്നെ, ഇത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഓക്കെ, നല്ലത്. പക്ഷേ ഇത് എൻ്റെ ദൈവം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ എന്താ വെച്ചാൽ ഈ വിശ്വാസം വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പോഴും നമ്മൾ ബലിയിട്ടിട്ടില്ലെങ്കിൽ മോക്ഷത്തിനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കഥാപാത്രം, ശ്രീനിവാസ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ഇയാൾക്ക് പിന്നെ അച്ഛനമ്മയും മരിച്ചുപോയി, ഇയാൾ കവുങ്ങുന്തോട്ടം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു പെങ്ങളുടെ മകള് അബോഷണായി പോകുന്നു. വേറൊരു പെങ്ങളുടെ മോക്ക്, സിംഗപ്പൂരിലുള്ള പെങ്ങളെ മോക്ക് മറ്റേ ഇത് കിട്ടുന്നില്ല, മറ്റേ എൻട്രൻസ് എഴുതിയിട്ട് തോറ്റുപോയി, 1 മാർക്കിന് തോറ്റുപോയി. ആകെപ്പാടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചത്തുപോയ അച്ഛനും അമ്മയാണ്. ഇവന്മാർക്ക് നല്ലോണം നോക്കിയിട്ടാണ് 2 പേര് അങ്ങോട്ട് അയച്ചത്. അവന്മാർക്ക് 2 മോശം കിട്ടിയിട്ടില്ല. കാരണം അവർ ഇതുവരെ അവരുടെ ബലിച്ചോറ് കാക്ക എടുത്തിട്ടില്ല. 3 ദിവസമോ 4 ദിവസമായി, 4 കൊല്ലമായിട്ടായി. മാത്രമല്ല ഇവർ മരിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ഫെസ്റ്റിവൽ സീസണിലാണ് മരിച്ചു പോയത്. കാരണം അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്, മനോജിനറിയാം, ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് സിംഗപ്പൂരിൽ നിന്ന് ഒരു ചേച്ചിക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവർക്ക് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ല വാക്കിംഗ് സ്റ്റിക്കും കമ്പിളിയും എല്ലാം മേടിച്ചു കൊടുത്തിട്ട്
ഇതെല്ലാം മേടിച്ചു കൊടുത്ത് എന്ത് സുഖമായിട്ട് ഇവരെ കൊണ്ടുപോയതാണ്. എന്നിട്ട് ചത്ത് കഴിഞ്ഞപ്പോൾ ഇവരന്മാരുടെ സ്വഭാവം കണ്ട, ചത്ത് കഴിഞ്ഞാൽ എല്ലാ ആത്മാക്കൾക്കും ഒരേ സ്വഭാവമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ലാസ്റ്റ് ഒരു ദിവസം അവസാനത്തത് അതിന് അളിയൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല കേട്ടോ, ഇനി മോട്ടോർ സൈക്കിൾ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ഇല്ല, എവിടെയും പോട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇയാളാകെ പാവ മനുഷ്യനാണ് ശ്രീനിവാസ. അപ്പോൾ അങ്ങനെ ഇയാൾ എന്താക്കിയെന്ന് വെച്ചാൽ ഒരു ദിവസം നോക്കുമ്പോഴാണ് ഇവിടുന്ന് സിംഗപ്പൂരിലുള്ള മകളുടെ മകൾ വിളിച്ചു പറയുന്നത്, അങ്കിളെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, പുത്തൂർ ഒരുത്തനുണ്ട്, അവൻ കാക്കകളെ വളർത്തിയിട്ട് എന്ത് ശരിയാക്കുന്നുണ്ട്, ഈ മറ്റേ ട്രെയിനിങ് കൊടുത്തിട്ട് മറ്റേ ബലിച്ചോറ് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടത്തിക്കുന്നുണ്ട്. ഗളേര ബഹളു എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ അവനെ കുറിച്ചിട്ടുണ്ട്. രാജേന്ദ്ര പൂച്ചാരി കാപ്പു എന്നാണ് അവൻ്റെ പേര്. അവരോ അയ്യോ അങ്ങനെയാണോ? എന്നിട്ട് അപ്പോൾ ഇയാൾ തന്നെ നമ്പർ കൊടുക്കുന്നു, ഇയാൾ വിളിക്കുമ്പോൾ അവൻ ഭയങ്കര സ്റ്റൈല് കൂളിംഗ് ഗ്ലാസും ഇതെല്ലാം വെച്ചിട്ട് വീഡിയോ കോൾ വന്നിട്ട് പുള്ളി പറയും ഓക്കെ അത് ചെയ്യാം. അപ്പോൾ ഇവരെന്താ കഴിഞ്ഞാൽ കുറേ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പൊട്ടിയിട്ട് അവസാനം ഒരു ഭ്രാന്ത് പിടിച്ചിട്ട് നടക്കുമ്പോഴാണ് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു കാക്കക്കൂട് താഴെ വീണത്. അവൻ വിചാരിച്ചു ഈ 3 കാക്കേനെ വെച്ചിട്ട് എന്താ. അപ്പോൾ നാട്ടിലാണെങ്കിലും ചില ഇപ്പോൾ വേസ്റ്റ് ബിന്നൊക്കെ വന്നില്ലേ, ഹരിത കർമ്മസേന വേസ്റ്റ് ബിന്ന് മറ്റേത് മറിച്ചെല്ലാം വന്നു, എവിടെ കാക്ക വരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ ആ മറ്റേ കാക്കയുടെ ഉള്ളിൽ ആത്മാവ് നിൽക്കൂല, സ്പേസ് ഇല്ല, ചെറുതാണ്. അപ്പോൾ മറ്റേ നാടൻ കാക്കേൻ്റെ മുകളിൽ നിൽക്കും. അപ്പോൾ അതിനൊരു ലുക്കും ഒക്കെ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു 5-6 ആത്മാവുണ്ട് നമുക്ക് തോന്നും. അപ്പോൾ ഈ സാധനം അപ്പോൾ ഇവൻ പറഞ്ഞു അങ്ങനെ ഓക്കെ ഞാൻ വരാം, പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ എനിക്ക് AC കാറ് വേണം, പിന്നെ കാക്കക്ക് എനിക്ക് 3 സ്റ്റാർ ഹോട്ടൽ റൂം വേണം, പിന്നെ മാത്രമല്ല 2500 റുപ്യാണ് ഒരു കാക്കക്ക്. ഇത് വീട്ടിൽ 3-4 ആത്മാക്കളെ അങ്ങോട്ട് അയക്കണമെങ്കിൽ 500 റുപ്യ റിഡക്ഷൻ ഉണ്ട് ഓരോന്നിനും. പിന്നെ മാത്രമല്ല GST മറ്റെല്ലാം വേറെ വേണ്ടി വരും ഇതെല്ലാം പറഞ്ഞ്. പിന്നെ രാത്രി ഡിന്നർ എനിക്ക് മാത്രം മതി, കാക്കക്ക് വേണ്ട. കാരണം കാക്ക രാത്രി കൊത്തി തിന്നു രാവിലെ കാക്ക തിന്നൂല, അപ്പം അതിനെ പട്ടിണി എടുത്തണം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കിയിട്ട് വന്ന് എല്ലാം ഒരുങ്ങി ഇവിടെ എത്തി. ഇയാൾ പറയും ഓക്കെ കൈ കൊട്ട്, മറ്റേ വെള്ളം എടുത്തിട്ട് കൈ കൊട്ടൂലേ, കൈ കൊട്ടുന്ന സമയത്ത് ഈ ശബ്ദം കേൾക്കുമ്പോൾ 50 മീറ്റർ അപ്പുറത്ത് കാക്കേനെ വിടും. അപ്പം അങ്ങനെ ഇയാള് എല്ലായിടത്തും അവസാനത്തെ പ്രതീക്ഷയല്ലേ, എന്തായാലും ഇന്നോ ഇപ്രാവശ്യം ഓക്കെ ആണെന്നുള്ള പറഞ്ഞിട്ട് ഇയാള് ബലിച്ചോറും വെച്ചിട്ട് എല്ലാവരും ബലിയും ഇട്ടിട്ട് കൈ കൊട്ടുമ്പോൾ കാക്ക വരുന്നില്ല. നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നതിൽ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്ത് മറ്റേ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കാക്കേനൊന്നും വളർത്താൻ പാടില്ല. ഈ പൂജാരി കാപ്പൂനെ അറസ്റ്റ് ചെയ്ത് കാക്കേനെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുമ്പോൾ ഇയാൾ ബാക്കിൽ ഈ മറ്റേ ബലിച്ചോറിൻ്റെ ഇലയും എടുത്തിട്ട് എൻ്റെ അച്ഛനും അമ്മക്കും മോക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിറകെ ഓടുന്നു. ഇതിൻ്റെ പിറകെ ഓടുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഞാൻ കഥ ഇത് എന്താണെന്ന് വെച്ചാൽ ഭക്തി എന്താവുന്നു, ഭക്തി മൊത്തം കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്ര വലിയ കച്ചവടക്കാരെയാണ് നമ്മൾ മറ്റേ ശബരിമലയിൽ കാവൽ നിർത്തിയത് നമ്മൾ ആലോചിച്ച് നോക്കണം. എത്ര വലിയ കച്ചവടക്കാരാണ് അവരെന്ന് മനസ്സിലായ. പാവം ആൾക്കാർ പോയിട്ട് മറ്റേ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ അവിടെ കൊണ്ടുപോയിട്ടിടുന്നു. അപ്പോൾ ഒരു തമിഴൻ്റെ കഥയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തമിഴൻ പകുതി, അതായത് ബിസിനസിന്റെ പകുതി അവിടെ കൊടുക്കാന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. അങ്ങനെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് തമിഴൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഇട്ട് എന്നിട്ട് അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആണ്ടവാന്ന് അയ്യപ്പ എന്ന് വിളിച്ചിട്ട് കുനിഞ്ഞപ്പോ ഈ മാല 10 പവന്റെ മാല ഉണ്ടായിരുന്നു, അത് ഈ മറ്റേ കുന്തത്തിന്റെ മുകളിൽ കുടുങ്ങിപ്പോയി. അയ്യപ്പ ഇതും വേണമോ ഉനക്ക് എന്ന് പറഞ്ഞിട്ട് അതും എടുത്തു കൊടുത്തു. അപ്പൊ ഇത്ര പാവങ്ങളായ ആൾക്കാരെയാണ് ഈ കാവൽക്കാർ അവിടെ ഇരുന്നിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി തെളിവെല്ലാം വരുമ്പോൾ ഇതെങ്ങനെ ആരും അറിയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടം ആണ്, വലിയ കച്ചവടമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മധുര പോയി. ഈ മധുരയല്ല, മറ്റേ UP മധുര. ആ മധുരയിൽ അവിടെ പോയ സമയത്ത് മുരാരി എന്ന് പറയുന്ന ഇതാണ് ക്ഷേത്രമൊന്നുമല്ല, ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സ്ഥലം. അവിടെ ഞാൻ പോയിട്ട് നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ഭാഗ്യം ചെയ്തതാണ്, കാരണം ഈ മറ്റേ ഇതിന്റെ അതായത് ബർത്ത്ഡേക്ക് വന്നതാണ് മുരാരിയുടെ. ശ്രീകൃഷ്ണനാണ് ബർത്ത്ഡേക്ക് വന്ന, ശ്രീകൃഷ്ണനാണല്ലോ. 3000 റുപ്യ തന്നു കഴിഞ്ഞാൽ പൂജയല്ല, കാണാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ക്യൂ നിൽക്കാതെ കാണാൻ വേണ്ടിയിട്ട് 3000 രൂപ. അത് പ്രൈവറ്റ് അമ്പലമാണ്, ആലോചിച്ച് നോക്കണം. അപ്പൊ എന്ത് കൊള്ളയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് മാറ്റിക്കൂടെ. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അല്ല നമുക്കറിയാലോ, വിശ്വാസങ്ങൾ മുഴുവൻ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അമ്പലങ്ങളിലും അവിടെ എല്ലാം. അപ്പൊ ഇത്തരത്തിലുള്ള സാധനത്തിനെ, ഇത് നടന്ന സംഭവമാണ് കേട്ടോ. പുത്തൂര് ഇങ്ങനെ ഒരാൾ കാക്കേനെ വളർത്തുന്നുണ്ടായിരുന്നു. ഒരു പത്രത്തിലൊരു മറ്റേ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് കർണാടക പത്രം അയച്ചു തന്നിട്ട് അതിൽ നിന്നാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. അപ്പം ഇങ്ങനെ സംഭവം നടന്നതാണ്. അയാൾക്കെന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഥയിലൂടെ ഇതിനെയൊക്കെ പ്രതികരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വിശ്വാസത്തിനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത്
വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കഥ വളരെ തന്ത്രപൂർവ്വം എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടിച്ചിട്ട് എവിടെ ഇടാം, ജയിലിൽ കൊണ്ടുപോയിടാം. ആളുകൾ പറയും അവൻ അങ്ങനെ വേണമെന്ന് പറയും. എന്ത് വ്രണപ്പെടൽ, ഇതൊക്കെ ഇങ്ങനെ പറയുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് എഴുത്ത് പോയിക്കൊണ്ട് എഴുതുക എന്ന് പറയുന്നത്. എഴുത്തോ നിന്റെ കഴുത്തോ എന്നുള്ള ചോദ്യത്തിന് അത് ഏത് വേണം എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്.